ഹലോ ഫ്രണ്ട്സ്, ഡൽഹിയിലാണ് ജോലി ചെയ്യുവാൻ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓഫറുമായിട്ടാണ് ഞാൻ വരുന്നത്. ഡൽഹി സംസ്ഥാന സർക്കാരിന്റെ ഒരു ബോർഡാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് ബോർഡ് എന്ന് പറയും. വേക്കൻസി വന്നിരിക്കുന്നത് ലോ ഗ്രാജുവേറ്റ്സിനുണ്ട്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിനുണ്ട്, കേവലം ഗ്രാജുവേറ്റ്സിനുമുണ്ട്. വളരെയധികം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 1000-ൽ പരം വേക്കൻസി വന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതിനെപ്പറ്റി വിശദമായി ഇതിനകത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾ നോട്ടിഫിക്കേഷൻ പോകണം. ഞാൻ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾ ലോ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറെ വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ് വേണ്ടതായ വേക്കൻസിയും ഉണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിൽ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയറായി ഡൽഹി ഗവൺമെന്റിന്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ബിടെക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലോ അവിടെയും സാധ്യതയുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആൾക്കാരെ ഇവർ വേക്കൻസി വിളിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നിങ്ങൾ വെറും ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഡിസിപ്ലിൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഗ്രാജുവേറ്റ്സ് ആണെങ്കിലോ അവിടെയും നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഈ 4 വേക്കൻസി ഉള്ളതുകൊണ്ട് സ്കെയിലിനെ പറ്റി പറഞ്ഞാൽ ഒന്നുകിൽ ലെവൽ 6 ആയിരിക്കും, ലെവൽ 7 ആയിരിക്കാം. എന്തായാലും ഒന്ന് ഓർക്കുക, ഡൽഹി പോലെയുള്ള ഒരു പ്രദേശത്ത് ലെവൽ 6-ൽ കിട്ടുന്ന സാമ്പത്തികം എന്ന് പറയുന്നത് കുറഞ്ഞത് 75,000 രൂപയെങ്കിലും ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ലെവൽ 7 ആണെങ്കിൽ അതിലും കൂടും. ഞാൻ ആലോചിക്കുകയായിരുന്നു, സാധാരണ മൾട്ടിനാഷണൽ കമ്പനികളും കോർപ്പറേറ്റ് സെക്ടറുകളിലും ഒക്കെ നമ്മളുടെ ബിടെക് ഗ്രാജുവേറ്റ്സിന് കൊടുക്കുന്ന തുടക്കം 25,000 രൂപ എന്ന് കേൾക്കുമ്പോൾ ഒരല്പം മെനക്കെട്ട് നമ്മൾ എക്സാമിനേഷൻ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 75,000-ൽ അപ്പുറത്തുള്ള ജോലിയായിരിക്കും. അതിനപ്പുറത്ത് അടുത്ത 30 വർഷത്തേക്ക് നിങ്ങൾ ഒരു സംസ്ഥാനത്തിന് വേണ്ടി സേവിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്തുകൊണ്ടും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയാലും സാധാരണ ഗ്രാജുവേറ്റ്സ് ആയാലും ലീഗൽ ഗ്രാജുവേറ്റ്സ് ആയിരുന്നാലും അതിനപ്പുറത്ത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ളവരായിരുന്നാലും ഇതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇതെല്ലാം വിശദമായിട്ട് മനസ്സിലാകും. ഇതിന്റെ വേറൊരു വലിയ പ്രത്യേകത, ഡൽഹിക്കാർ വളരെ ദിൽവാല എന്നൊക്കെ പറയും. ഇവരുടെ എക്സാമിനേഷൻ ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. അതും പെൺകുട്ടികൾക്കും SC/ST വിഭാഗങ്ങൾക്കും ഫീസ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 2 ടയർ ഓഫ് എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ജനറലായിട്ട് മാത്രം പറയുമ്പോൾ ജനറൽ അവയർനെസ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, മാത്തമാറ്റിക്സിൽ നിന്നും റീസണിംഗിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഏത് മേഖലയിലാണോ നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത് ആ പോർഷനിൽ നിന്നുള്ള നല്ല ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾ ലീഗൽ അസിസ്റ്റന്റിന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നല്ലൊരു ഭാഗം നിങ്ങൾ LLBക്ക് പഠിച്ച പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതനുസരിച്ചായിരിക്കും. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചില്ല എന്ന ആ കൊച്ചു പരാതി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 25 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഓപ്പൺ ചെയ്തതുകൊണ്ട് അധികം താമസിക്കാതെ എല്ലാവരും അങ്ങ് ഓൺലൈൻ അപ്ലൈ ചെയ്യണം. പഠനവും അന്ന് തന്നെ തുടങ്ങണം. നമ്മൾക്കൊക്കെ സാധാരണ വരുന്നത് നാളെ തുടങ്ങാം എന്നൊരു ചിന്തയുണ്ട്. ദയവ് ചെയ്ത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറാകുന്നവർ നാളെ തുടങ്ങാം എന്ന് തുടങ്ങരുത്. ഇന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കൊള്ളുക. പ്രാക്ടീസ് ശക്തമായിട്ട് പോകണം. മോക്ക് എക്സാമിനേഷനൊക്കെ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേരുന്നു. ഒപ്പം ഈ 2-3 മാസക്കാലം വളരെയധികം വേക്കൻസികൾ വരുന്നുണ്ട്. ഗ്രാജുവേറ്റ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ ഉള്ള അനേകം വേക്കൻസികൾ വരുന്നുണ്ട്. ഇനി ഗേറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത ഒരു വേക്കൻസിയും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എത്തിക്കണം. കാരണം അറിയാതെ പോയി ചാൻസ് നഷ്ടപ്പെട്ടത്. അറിഞ്ഞിട്ടുള്ളവർ പഠിച്ച് ഉന്നതമായ അവസ്ഥയിൽ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യട്ടെ. അതായിരിക്കും എല്ലാം കൊണ്ടും നമുക്ക് നല്ലത്. ആശംസകളോടെ.